കാടിനുള്ളിലെ ഗ്രാമത്തിൽ നിന്ന് പുറം ലോകത്തേക്കെത്താൻ വഴിതെളിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ പങ്കളം നിവാസികൾ. സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം 13 യോഗ്യതാ കുടുംബങ്ങളാണ് പങ്കളത്തുനിന്ന് മാറി താമസിക്കാൻ ഒരുങ്ങുന്നത്. അനുയോജ്യമായ സ്ഥലം ലഭിച്ചാൽ 6 മാസത്തിനകം ഇവർ പങ്കള ഗ്രാമം വിടും. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം കാട്ടിനുള്ളിലെ ജീവിതം മതിയാക്കി പുറം ലോകത്തേക്കെത്താൻ വഴിതെളിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പങ്കളം നിവാസികൾ. നൂറ്റാണ്ടു മുമ്പ് ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം കുടിയേറി പാർത്തവരിൽ 13 യോഗ്യതാ കുടുംബങ്ങളാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം കാടൊഴിയാൻ ഒരുങ്ങുന്നത്. ഇതിൽ 4 കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കുടുംബങ്ങളുമുണ്ട്. ഓരോ യോഗ്യതാ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം ലഭിക്കും. ഇതിനുള്ള ഫണ്ട് അക്കൗണ്ടിൽ വന്നതായും അനുയോജ്യമായ സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് പങ്കളം നിവാസികൾ കാടിറങ്ങുമെന്നും നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന പ്രേമൻ പറഞ്ഞു. ഞങ്ങൾ 6 മാസത്തിനുള്ളിൽ പോകാമെന്ന് പറഞ്ഞാണ് എഗ്രിമെന്റ് വെച്ചത്. ആ സമയത്തോടെ അടക്കുമ്പോഴത്തേന് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനുള്ള ശ്രമത്തിലാണിപ്പോൾ. മൊത്തം നമുക്ക് വന്നിരിക്കുന്നത് 13 കുടുംബങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഒരു 5-6 കുടുംബം പുറത്ത് താമസിക്കുന്നതുകൊണ്ട് അവർക്ക് വന്നിട്ടില്ല. അർഹതപ്പെട്ട കുടുംബങ്ങളാണ് അവരും. മറ്റിടങ്ങളിൽ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും 15 ലക്ഷം രൂപ മതിയാകില്ലെങ്കിലും കാട്ടിനുള്ളിലെ ജീവിതം മടുത്താണ് പങ്കളത്തുകാർ സ്വന്തം മണ്ണ് വിട്ടു പോകുന്നത്. വന്യമൃഗശല്യം കാരണം കൃഷിയെടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. യാത്രായോഗ്യമായ വഴി, വൈദ്യുതി, വെള്ളം ഇവയെല്ലാം അന്യമായ കോളനിയിൽ ഇനി ജീവിതം തള്ളി നീക്കാൻ വയ്യാത്തതിനാലാണ് ഇവർ കാടുവിട്ട് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. 6 മാസത്തിനുള്ളിൽ മറ്റൊരിടത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പങ്കളത്തുനിന്ന് യാത്രയാകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബങ്ങൾ. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.